ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ ചോദിച്ച സത്യല്ലേ? ഇത്രയും വലിയ കുടുംബത്തിലെ മരുമകന് അച്ഛൻ കാര്യമായിട്ട് സമ്മാനങ്ങൾ തരേണ്ടതല്ലേ? അതിലെന്തേലും വിഷമമുണ്ടോ? നമ്മൾ ഇനി ചന്ദ്രശേഖരന്റെ പിന്നാലെയാണ്. ചന്ദ്രശേഖരൻ ഒട്ടും ബുദ്ധിയില്ലാത്ത ആളല്ല. സിഐയുടെ കൂട്ടുമുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് പെട്ടെന്ന് തീ പിടിച്ചാൽ നമ്മൾ തീയുടെ കാരണം അന്വേഷിക്കോ അതോ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കൂ? ഓടി രക്ഷപ്പെടും. അത് തന്നെയാണ് ചന്ദ്രശേഖരന്റെ അവസ്ഥ. നമ്മൾ ഇട്ടുകൊടുത്ത തീയിലാണ് ഇപ്പൊ അയാൾ. ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുക. അത് കഴിഞ്ഞ് ബുദ്ധി ഉപയോഗിക്കൂ. സോ നമ്മൾ ചന്ദ്രശേഖരനെ ഫോളോ ചെയ്യുന്നു. അയാൾ നമ്മളെ ആ ഗുണ്ടകളുടെ മുന്നിലെത്തിക്കും. ഓക്കെ, ഗെറ്റ് റെഡി. യെസ് മാം. യെസ് മാം. ചന്ദ്രശേഖരൻ സാറാ? ഹലോ സാറേ. നിങ്ങൾ എവിടാ? ഞങ്ങള് സാറ് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അവിടെ നിന്ന് മാറണം. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവരുടെ കയ്യിൽ പെടരുത്. നിങ്ങൾക്ക് സുരക്ഷിതമായിരിക്കാൻ മറ്റൊരു സ്ഥലം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെഡിയായിരുന്നു? ഞാൻ വന്ന ഉടനെ അങ്ങോട്ട് മാറാം. ഓക്കെ സാർ. നമ്മൾ ഇവിടുന്ന് മാറണമെന്നാ സാറ് പറഞ്ഞത്. അന്വേഷണം അല്പം കടുപ്പത്തിലാണെന്നാ തോന്നുന്നേ. അയാള് കൈയൊഴിഞ്ഞില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. പെട്ടെന്ന് സാധനങ്ങൾ പാക്ക് ചെയ്തോ, നമുക്ക് പോകേണ്ടി വരും. ആറ്റുവാശ്ശേരിക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഒട്ടും മോശമാവാൻ സാധ്യതയില്ല. നേരെ ചൊവ്വേ അവർക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ മരിച്ചും പോയി. ഇനിയിപ്പം മോളേന്ന് വിളിക്കാൻ അവർക്ക് ഇവളല്ലേ ഉള്ളൂ. കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിക്കാണും അല്ലേ വരണേ? ഹലോ ഹലോ, എന്താ ഒരു ആലോചന? മാറ്റർ എന്താന്ന് പറ. അതെ, ആറ്റുവാശ്ശേരിയിലാണോ? മുത്തശ്ശേരി ഇഷ്യൂ ആണോ? എന്താ ഒരു മൂഡ് ഓഫ്? കാര്യം എന്തെന്ന് പറ. വരണ വിഷമമുണ്ടോ? എന്തിന്? അല്ല, ഏട്ടത്തെയും ചെറിയമ്മയൊക്കെ ചോദിച്ച സത്യല്ലേ? ഇത്രയും വലിയ കുടുംബത്തിലെ മരുമകന് അച്ഛൻ കാര്യമായിട്ട് സമ്മാനങ്ങൾ തരേണ്ടതല്ലേ? അതിലെന്തേലും വിഷമമുണ്ടോ? ഉണ്ട്. ഏട്ടത്തി ചോദിച്ചത് അച്ഛൻ തന്ന സമ്മാനം കാറാണോന്നല്ലേ?
സത്യത്തില് ഞാനൊരു ബെൻസ് കാർ പ്രതീക്ഷിച്ചു. ബെൻസോ? എടോ, അത്യാവശ്യം വസ്തുവകകളൊക്കെ ഉള്ള കണിമംഗലത്ത് ഒരു ചെക്കന് അതൊക്കെ ആഗ്രഹിക്കാമല്ലോ. എടോ, ഇന്ന് തന്നില്ലെങ്കിലും അച്ഛൻ അടുത്ത ദിവസം എപ്പോഴെങ്കിലും തരുമായിരിക്കും അല്ലേ? അച്ഛനെ കൊണ്ടൊന്നും നടക്കില്ല. ആ കാറിന്റെ വില കേട്ട തന്നെ അച്ഛൻ ബോധം കെട്ട് വീഴും. ഏതാ പറയുന്ന ചേരുന്നതേ പരസ്പരം ചേർക്കാവൂന്ന്. വരണ്ട ജീവിതത്തിലേക്ക് ഞാൻ വരണ്ടായിരുന്നു. എടോ, ഏതായാലും ഇപ്പൊ വന്നുപോയില്ലേ? ഒരു കാര്യം ചെയ്യ്, നാളെ രാവിലെ തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറ കാർ ബുക്ക് ചെയ്യാൻ. ഞാൻ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് പോയിക്കോളാം. ഓ, ചെന്ന് നേരിട്ട് പറയാനാണോ? അല്ല, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്റെ അച്ഛനെ കൊണ്ടൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വിഷയത്തിൽ വളരെ സീരിയസാ. പെണ്ണേ, ഇത്രയും നാളും എന്നെ കണ്ടിട്ട് ഒരു ഇത്തിരി പോലും എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. എടോ, അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലേ? ഇനി അച്ഛന്റെ അവസ്ഥ ഇതിനേക്കാൾ കേമമാണെന്ന് കരുതുക. എന്തെങ്കിലും തന്നാൽ ഞാൻ സ്വീകരിക്കൂ. ഞാനേ ദേവനാരായണൻ തിരുമേനിയുടെ മകളെ സ്വന്തമാക്കണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. സ്നേഹിക്കാൻ അറിയാവുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ദേവനാരായണൻ തിരുമേനി എനിക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ആ മനുഷ്യന് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം. സോ ഐ എം ഹാപ്പി. പിന്നെ ചെറിയമ്മ ഏട്ടത്തിയും പറയുന്നത്, നമ്മൾ ഈ രാത്രിയാവുമ്പോ ചീവീടിന്റെ ശബ്ദം കേൾക്കാറില്ലേ? അത് നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതിനെ ചീത്ത പറയാൻ പറ്റുമോ? ഈ ചീവീടുകളോട് പോയിട്ട് ആർക്കെങ്കിലും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റൂ? അപ്പോ സഹിക്കുക തന്നെ. ഓ ഹോ, ഒന്ന് ചിരിച്ചല്ലോ. അതെ, പിന്നൊരു കാര്യം, ഇത്തരം കണക്കുകളുടെ പേരിലുള്ള ഈ കരച്ചിലും പിഴിച്ചിലും ഉണ്ടല്ലോ, അതെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അച്ഛൻ തരാന്ന് പറഞ്ഞ സ്ത്രീധനം മോൾ എനിക്ക് തന്നാ മതി. തൽക്കാലം ആദ്യത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഉമ്മ തന്നു. തൽക്കാലം ഒരു ഉമ്മ തരുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. തരുന്നുണ്ടോ ഇല്ലയോ? എന്നെ കൊണ്ട് പറ്റില്ല. വയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് തന്നെ കിട്ടണം. കിട്ടിയല്ലോ.